നമ്മൾ പരീക്ഷ പാദവാർഷിക പരീക്ഷ വരാനിരിക്കുകയാണ്. പരീക്ഷയുടെ മോഡൽ പേപ്പറുകളൊക്കെ അവൈലബിൾ ആണ്. ഒക്കെ ചെയ്ത് നോക്കാം. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്ത സമയത്ത് എനിക്കൊരു മോഡൽ പരീക്ഷാ പേപ്പർ കിട്ടി. ഞാനതൊന്ന് നിങ്ങളുടെ മുൻപിൽ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ, ഒന്ന് ഹാമിദുൻ വ ഖാലിദുൻ. എത്ര പേരുണ്ട്? 2 പേരുണ്ട്. യുസല്ലിമോ പറ്റുമോ? പിന്നെയോ യുനല്ലിഫാനി യുഖ്റആനി. ഇവിടെ ഒരു അലിഫും നൂനും എക്സസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒന്നും അധികമില്ല. ഇവിടെ ഒരു അലിഫും നൂനും അധികം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും പറ്റുമെന്ന് വിചാരിക്കും. നമ്മൾ 2 പേരുണ്ട്, 2 അധികം വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്? അൽ ഖുർആനാണ്. ഖുർആൻ എന്തോ ചെയ്യാണ് ഹാമിദും ഖാലിദും. അപ്പോൾ എന്താണ്? യഖ്റആനി, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? യഖ്റആനിയാണ്. പിന്നെയോ അടുത്തത് ജുനൈദുൻ വ നൗഫലുൻ ഡാഷ് അലസ്നാൻ. പല്ല് എന്തോ ചെയ്യാണ്. ഇവിടെയും 2 ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് പറ്റില്ല. പിന്നെ അലിഫും നൂനും എക്സ്ട്രാ എടുത്ത് നോക്കണം. അപ്പോൾ യഷ്റബു ഇത് അലിഫും നൂനില്ല, യുസല്ലിമൂലും അലിഫും നൂനില്ല. അലിഫും നൂനുള്ള ഇതിലാണ് യുനല്ലിഫാനിലാണ്. ഓക്കെ, അപ്പോൾ നൗഫൽ ജുനൈദ് എന്നുള്ള 2 ആളുകളാണ്. ഈ 2 ആളുകൾ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അലിഫും നൂനും. അപ്പോൾ യുനല്ലിഫാനി. ഓക്കെ, പിന്നെ ഡാഷ് അൽ ഉസ്താദ് അൽ ഔലാദി. ഓക്കെ, ഉസ്താദ് കുട്ടികളോട് എന്തോ പറഞ്ഞു എന്നാണ്. അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക? യദ്ഹബു അല്ലെ യഷ്റബു അല്ലെങ്കിൽ യുസല്ലിമു. ലിമു സലാം പറഞ്ഞു. ആര് പറഞ്ഞു? അൽ ഉസ്താദ് സലാം പറഞ്ഞു അൽ ഔലാദി കുട്ടികളോട്. ഓക്കെ ആണോ? അപ്പോൾ ആൻസർ യുസല്ലിമു ആണ്. പിന്നെ അല്ലാഹു അൽ ഹലീബ്, സഹോദരൻ പാല് പോലെയല്ലോ ഇല്ല. പിന്നെയോ ബിദ്ദവാമത്തിൽ അഹു അൽ ഹലീബ് എന്ന് ഒരിക്കലും പറയൂല. അപ്പോൾ എന്താ പറയുക? യഷ്റബുൽ ഹലീബ് അല്ലാഹു അൽ ഹലീബു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ 1 വേർഡ് സെൻറ്റൻസുകൾ വരുമ്പോൾ ഈ മുലാരിയോ മാലിയോ ഒക്കെ ആയ ഫീലുകൾ ഉണ്ടെങ്കിൽ ആ ഫീലുകൾ കണ്ട് പ്രാധാന്യം ഉണ്ടാകുക. അപ്പം ഇവിടെ ബിദ്ദവാമത്ത് എന്നുള്ളതിന് പ്രാധാന്യമില്ല. പിന്നെ പ്രാധാന്യമുള്ള യഷ്റബും യദ്ഹബുമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ചോദിച്ച് മനസ്സിലാക്കി. യദ്ഹബു പോയി അല്ലെ പോകുന്നു പറയുമ്പോൾ പോകുന്നു സഹോദരൻ അൽ ഹലീബ് പാല് ഇതില്ല, കാര്യത്തില്ല. അപ്പോൾ യദ്ഹബുല്ലാഹു യഷ്റബുല്ലാഹു അൽ ഹലീബ, സഹോദരൻ പാല് കുടിച്ചു. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. പിന്നെയോ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ നോക്കിയാൽ ബിദ്ദവാമത്ത് ചിത്രത്തിലേയില്ല. ഹഫറാന്നുണ്ട്, യദ്ഹബുന്നുണ്ട്. ഓക്കെ, ഹഫറ എന്ന് പറഞ്ഞാൽ കുഴിക്കാനാണ്. ഹഫറ അബുൽ മസ്ജിദ്, ഉപ്പ പള്ളിയിലേക്ക് കുഴിച്ചു. എന്താ കള്ളന തുറക്കണ്ടാക്കാൻ അല്ലല്ലോ. അപ്പോൾ എന്താ വരിക? യദ്ഹബു പോകുന്നു, ഉപ്പ പള്ളിയിലേക്ക് പോകുന്നു. ഓക്കെ, പിന്നെ അടുത്തത് അത്വാലിബാനി 2 കുട്ടികൾ യൽഅബാനി അവർ കളിക്കുന്നു. 2 പേരും കളിക്കുന്നു. അലിഫും നൂനും വന്ന് അലിഫും നൂനും വന്നാൽ 2 ആട്ടോ. 2 പേരെ കുറിച്ച് പറയാനാണ് അലിഫും നൂനും. ഓക്കെ, 2 പ്രശ്നം ഉണ്ടാവില്ല. 2 പേരെ കുറിച്ച് പറയാനാണ് അലിഫും നൂനും. അപ്പോൾ എന്താണ്? അവരെന്താ കളിക്കുന്നത്? ബിദ്ദുവാമത്തി. അപ്പോൾ ദുവാമത്ത്. ഓക്കെ, പിന്നെ അടുത്തത് ഡാഷ് ജിബ്രീൽ ബി സംസം. ജിബ്രീൽ സംസം കിണർ കുഴിച്ചു എന്നാണ്. അപ്പോൾ യഷ്റബു യദ്ഹബു ഹഫറ 3 ഇത് ഫെയിൽ മാലിയാണ്. അലിഫ് യാ നൂന് യാ താ അനിയത്തി ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് ഒരു ഫെയിൽ മാലിൻ്റെ തുടക്കത്തിൽ വന്നാൽ അതെന്താണ്? മുലാരിയാണ്. ഓക്കെ, അപ്പോൾ യഷ്റബു യദ്ഹബു ഹഫറ എന്നുള്ളത് മുലാരിയായ ഫെയിലാണ്. ഓക്കെ, യഷ്റബു യദ്ഹബു അനിയത്തിലെ യാ വന്നിട്ടുണ്ട്. ഹഫറ എന്നുള്ളത് മാലിയാണ്. ഓക്കെ, അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം ഇപ്പോൾ കുഴിച്ചുകൊണ്ടിരിക്കില്ല, അന്ന് കുഴിച്ചു പോയല്ലോ, തിരിച്ചു പോവുകയും ചെയ്തല്ലോ. അപ്പോൾ എന്താ വരിക? ഹഫറ കുഴിച്ചു. ജിബ്രീൽ അലൈഹി സ്വലാം എന്ത് കുഴിച്ചു? സംസം കിണർ കുഴിച്ചു. പിന്നെയോ ജലസ ഇതിന് മുലാരി എഴുതാനാണ്. ജലസ എന്തായാലും യുമീസ് ആവില്ലല്ലോ, യഷ്റഫു ആവില്ല. ഓക്കെ, അപ്പോൾ എന്താ വരിക? ജലസ യജിലിസു ആണ് വരിക. നമ്മൾ പറഞ്ഞു ജലസ തുടക്കത്തിൽ അന്യത്തിലെ യായിന് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ തായിന് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അലിഫ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നൂന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ തൽക്കാലം വന്നിട്ട് കൊടുത്തു, യാ ഇട്ട് കൊടുത്തു. രണ്ടാമത്തേന് സുക്കൂന്, മൂന്നാമത്തേന് കെസർ, നാലാമത്തേന് ലമ്മ്. അപ്പോൾ യജിലിസു ആയി 1 പോയിന്റ്. ഓക്കെ, ജലസ യജിലിസു. ഇത് മാറും കേട്ടോ. അപ്പോൾ ഫയല എഫ് എലു എന്ന് പറയാം, ഫയല എഫ് എലു എന്ന് പറയാം, ഫയല എഫ് എലു എന്നൊക്കെ പറയാം. ഇത് സാഹചര്യത്തിനനുസരിച്ച് മാറും. അപ്പോൾ നമ്മൾ വേർഡുകൾ നോക്കിയിട്ട് എയിം ആക്കണം. പിന്നെന്താ? അമാത്ത. പിന്നെ അമാത്ത എന്തായാലും യുഷറിഫ് ഉണ്ടാവില്ല, യതാലം ഉണ്ടാവില്ല. അമാത്തൻ്റെ ബാക്കി ഏതാ നോക്കിയാൽ അമാത്തയിലെ മീമ് അവിടെ ഉണ്ട്, താവും ഉണ്ട്, എക്സ്ട്രാ 2 യാ വന്നത്. ഓക്കെ, കാരണം ഇവിടെ ഈ അമാത്ത എന്ന് എഴുതിയപ്പോൾ ഈ ഫതഹിനെ നിൽക്കാൻ അവിടെ അലിഫ് ഇട്ട് കൊടുത്ത്. അപ്പോൾ അതെങ്ങനെയാക്കി? നമ്മൾ അന്യത്തിലെ യായിന് ആദ്യം ഇട്ട് കൊടുത്തു, പിന്നെ മീമിട്ട് കൊടുത്തു, പിന്നെ കെസറായതുകൊണ്ട് യായിനെ നീട്ടാനോട്ട് കൊടുത്തു. ഓക്കെ, യുമീത്തു അമാത്ത യുമീത്തു. ഓക്കെ, അവിടെ ഏതാണ് ആൻസർ? യുമീത്തു. അടുത്ത് ജാ യുഹിബ് പോയി, യക്ലി പോയി, യജി ഉ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നുണ്ടോ? അപ്പോൾ ജാ എന്നുള്ളത് യജി ഉ നൈ. അപ്പോൾ യജിലിസു എന്ന് പറയുമ്പോൾ സുക്കൂന വന്നത്. പക്ഷേ ഇവിടെ പിന്നെ യുമീത്തവും യജി ഉലൊക്കെ കെസറ വന്നത്. മാറ്റം ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യാം? നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മാലിയ ഒരു ഫീലിനെ മുലാരിയാക്കാൻ ഞാൻ വീണ്ടും പറയുന്നു. ആ നീ യ തി അലിഫ് നൂനി ഏതെങ്കിലും ഒന്ന് ആദ്യത്തിൽ ചേർക്കുക, ലാസ്റ്റിൽ നമ്മോട്ട് കൊടുക്കുക. അപ്പോൾ എന്തായി? മാലിയായ ഫീൽ മുലാരിയായി. നെക്സ്റ്റ് യഹ്റുജു എന്നുള്ളത് ഇതിൻ്റെ മാലി എഴുതാനാണ്. അപ്പോൾ യഹ്റുജു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ മാച്ചിലൊക്കെ പഠിച്ച മാതിരി അനിയത്തിലെ യായി നമ്മൾ ആദ്യം കട്ട് ചെയ്തു. ഓക്കെ, മുലാരി ആയാലാണ് നമ്മൾ ലമ്മിനെയും കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്തായി? അപ്പോൾ എന്താ ബാലൻസ് കിട്ടിയത്? ഹ ഉണ്ട്, റാ ഉണ്ട്, ജീം ഉണ്ട്. ഓക്കെ, ഹിറജാന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഫസ്റ്റ് ഫത കാട്ട് കൊടുക്കുക, ആ റജാന്നാക്കി. ഓക്കെ, ഇനി കിട്ടില്ല എനിക്ക് ഹർക്കത്തിലാണ് മതി. യായിനെ കട്ട് ചെയ്ത് ഹർക്കത്തിലാണ് എഴുതിയാൽ മാലിയായി. ഓക്കെ, പിന്നെ അർത്ഥം എഴുതാനാണ്. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു ചോദ്യം അർത്ഥം എഴുതാൻ. അല്ല അബു എന്ന് പറഞ്ഞാൽ ഉപ്പ, അബുലാദ് എന്ന് പറഞ്ഞാൽ കുട്ടി. അപ്പോൾ പിതാവ് കുട്ടി, ഇവിടെ ഒരു പിതാവ് മാത്രമേ കുട്ടിയില്ല. റഹമുക്കാരാണ് ചെയ്യുന്നു. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ് എൻ്റെ പിതാവ് ടവൽ വാങ്ങി. അറിയാത്തവരുണ്ടാവും. അപ്പോൾ പിതാവ് അബ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു അബുണ്ട്. പക്ഷേ ടവൽ വാങ്ങി ഇവിടെ കുട്ടി ഔലാദ് എന്നുള്ള വേർഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടി എന്നുള്ള വേർഡിൽ യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ അബ് എന്നുള്ള വാക്ക് തന്നെയല്ല. അപ്പോൾ എന്താ സ്വാഭാവികമായിട്ടും ഈ മൂന്നാമത്തേതായിരിക്കും ആൻസർ. പിന്നെ യൽബസു നൗഫലു എന്താണ്? ബിദിലത്തെ അടുത്തെന്താ? യൽബസു നൗഫലു ബിദിലത്തൻ റസ്മിയത്തൻ. അപ്പോൾ യൽബസു എന്നുള്ളത് ഓക്കെ, യൽബസു എന്നുള്ളത് ധരിക്കാനാണ്. നൗഫൽ എന്നുള്ള വാക്കും ഉണ്ട്.
ഓക്കെ, അപ്പോൾ ഇതിലത്തെ റസ്മിയത്തൻ യൂണിഫോം ആണ്, അത് കിട്ടിയില്ലെങ്കിലും നൗഫൽ എന്നുള്ള വാക്കുണ്ട്. ഇതിൽ നൗഫലില്ല, ഇതിൽ നൗഫലില്ല, ഇതിൽ നൗഫലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അതാണ് ആൻസർ. അങ്ങനെ കൊടുത്തു പോവുക. പിന്നെ ഐക്കലിൻ്റെ അർത്ഥം, ഐക്കല എന്ന് പറഞ്ഞാൽ ഉണർത്തിന്നാണോ ഉണർത്തുന്നു എന്നാണോ? ഐക്കല യൂക്കിൽ ആണ് മുലാരി. ഓക്കെ, ഐക്കല ലാസ്റ്റിൽ ഫതഹ വരുന്നത് വെച്ചാൽ മാലിയാണ്, ഉണ്ടെങ്കിൽ അത് മുലാരിയാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റിൽ ഫതഹ ആയതുകൊണ്ട് ഉണർത്തി എന്നാണ്, കഴിഞ്ഞ പോയ കാര്യമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 വർഷം മദീനയിൽ താമസിച്ചു. ഓക്കെ, 10 വർഷം. അശറ സിനീൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒക്കെ നബിയൊന്നും വന്നിട്ടുണ്ട്, ഒക്കെ സെയിമാണ്. ഇനി നമുക്ക് എന്ത് ഓപ്ഷൻ ഉള്ളൂ? രക്ഷയുള്ളൂ. ഇവിടെ ഫസ്റ്റിലുള്ള വേർഡ്സ് മാത്രമേ രക്ഷയുള്ളൂ. അപ്പോൾ അത് ചെയ്യാം, ആയിഷ ജീവിച്ചു, വന്നു, ഒക്കെ ഉണർന്നു, പിന്നെ ഇടങ്ങൾ താമസിച്ചു എന്നാണ്. അപ്പോൾ ആയിഷ രണ്ടാമത്താണ് ശരി. ഓക്കെ, പിന്നെ അല്പസമയത്തിന് എന്താ പറയുക? ബുർഹത്ത്, അതായത് അല്പസമയത്തിന് പറയാം. പിന്നെ അല്ല ഒമാലു എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ്. ഈ അമലൂന എന്നാണോ കത്തബാനാണോ? കത്തബാൻ എഴുതുന്നതാണ്. യദ്ഹബൂന എന്ന് പറഞ്ഞാൽ പോകുന്നു എന്നാണ്. ഈ അമലൂന അവർ പണിയെടുക്കുന്നു, തൊഴിൽ ചെയ്യുന്നു. എവിടെ? ഫി മദ്റായി, കൃഷിത്തോട്ടത്തിൽ. പിന്നെ യുസല്ലിമാനി എന്നുള്ളത് എന്താണെന്നാണ്? സല്ലമ യുസല്ലിമാനി അലിഫും നൂനുണ്ട്, രണ്ടാളുകളെ കുറിച്ച് പറയണം. അതെന്താണ്? മുസന്നയാണ്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ യുസല്ലിമു എന്നുള്ളതാണ്, ജം എന്ന് പറഞ്ഞാൽ യുസല്ലിമൂന എന്നുള്ളതാണ്. ഓക്കെ, പിന്നെന്താ? അൽ മുഫ്രദ് കാന ഏതാണ് മുഫ്രദ് എന്നുള്ളതാണ്. ഓക്കെ, അത് കാനയാണ്, ഒറ്റക്കുള്ളതാണ് മുഫ്രദ്. ഓക്കെ, മോണിസ്റ്ററാണ് മുഫ്രദ്. ഒരു അലിഫ് എക്സ്ട്രാ വന്നാൽ അത് മുസന്നയായി, വാവും അലിഫും വന്നാൽ അത് ജംബുമായി. ഓക്കെ, ഈ ജംബ് യക്കൂനു ഒന്നുമില്ല കൂടെ. യക്കൂനാനി എന്ന് പറഞ്ഞാൽ അലിഫും നൂനും വന്നു, രണ്ടാളെ കുറിച്ച് പറയാനാണ്. യക്കൂനൂന വാവും നൂനും വന്ന്, അപ്പോൾ എത്രയാളെ കുറിച്ച് പറയാനാണ്? 3+, അതാണ് ജംബ്. ഓക്കെ, പിന്നെയോ ഇനി ഒരുപാടുണ്ട് തോന്നുന്നുണ്ട്. ഹറജു. പിന്നെ മുസന്ന, ഏതാ മുസന്ന എന്നാണ്? അവൻ ഈ അലിഫും നൂനും നോക്കുക. യുസല്ലിമാനി സിമ്പിൾ. പിന്നെ അഫ്ദലുൽ ജമാഅത്തി അൽ ജുമാഅത്തു സുമ്മ സുബ്ഹ. ഇതാ, അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ മദ്രസ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കയ്യിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക്. ഓക്കെ.